ഈ വീഡിയോയിൽ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്നൊരു ടോപ്പിക്കാണ് പരിശോധിക്കുന്നത്. എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫേസസ് ആയ അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സോഫ്റ്റ്വെയറിലും ഒരു റിലയബിലിറ്റി ഉണ്ട്. ഈ എല്ലാ ഫേസസിനകത്തും ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. എങ്കിലും സോഫ്റ്റ്വെയറിനെ കൃത്യമായി അളന്നെടുക്കാൻ, അതിൻ്റെ റിലയബിലിറ്റി അളന്നെടുക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളത് സോഫ്റ്റ്വെയർ കമ്പനികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഉപഭോക്താവ് പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തീർച്ചയായും അദ്ദേഹം പരിശോധിക്കുക ഈ സോഫ്റ്റ്വെയറിനെ എത്ര വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ടൊരു മെഷർമെൻറ്റ് അവിടെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേയധികം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം പദങ്ങളുണ്ട്. സോഫ്റ്റ്വെയർ റിലയബിലിറ്റിയെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ദ പ്രോബബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് വർക്കിംഗ് ഡയറക്ട്ലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഒരു നിശ്ചിത കാലയളവ് കൃത്യമായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള സാധ്യതയായി നമുക്ക് സോഫ്റ്റ്വെയർ റിലയബിലിറ്റിയെ നിർവചിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിനകത്ത് കോഡിംഗ് ആണ് ഉണ്ടാവുക. ആ കോഡിങ്ങിനകത്ത് കുറേയധികം എറേഴ്സ് ഉണ്ടാവും. അങ്ങനെ ബഗ്സ്, ഡിഫക്ട്സ് ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിലയബിലിറ്റി കൂടണമെങ്കിൽ നമ്മൾ പരമാവധി ഡിഫക്ട്സിനെ അതിനകത്ത് നിന്ന് നമ്മൾ എടുത്ത് കളഞ്ഞിരിക്കണം. എന്നാൽ അതിൽ നിന്നും കണ്ടെത്തിയ എറേഴ്സിനെ വെച്ചുകൊണ്ട് അതിൻ്റെ റിലയബിലിറ്റി അളക്കാൻ കഴിയില്ല. കാരണം കോഡിങ് നല്ലതാണെങ്കിൽ അതിനകത്ത് കുറച്ച് ബഗ്സേ കാണുള്ളൂ. എന്നാൽ കോഡിങ് അത്ര സ്റ്റാൻഡേർഡായി ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ എറേഴ്സ് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എത്ര എറേഴ്സ് കിട്ടി എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് അതിനെ നിർവചിക്കാൻ കഴിയില്ല. പിന്നെ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. കാരണം സോഫ്റ്റ്വെയറിൻ്റെ ഏത് ഭാഗത്താണ്, കുറേയധികം പ്രോഗ്രാംസ് കൂടിയതാണല്ലോ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് ഏത് ഭാഗത്താണ് എറേഴ്സ് ഉള്ളത്, ഏത് ഭാഗത്താണ് എറേഴ്സ് ഇല്ലാത്തത് എന്നെല്ലാം തിരിച്ചറിയുക ഒരിക്കലും സാധ്യമല്ല. കൂടാതെ സോഫ്റ്റ്വെയർ ഒരിക്കൽ ഉണ്ടാക്കി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 90% പ്രോഗ്രാമും വളരെ കുറച്ച് സമയം മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടാവുകയുള്ളൂ. സ്ഥിരമായി, അതായത് എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നത് ആ പ്രോഗ്രാമിൽ 10% വരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോഡിംഗ് മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു 10% പ്രോഗ്രാമിനെയാണ് സാധാരണ കോർ ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 10% കോർ ഓഫ് ദ പ്രോഗ്രാം, 90% നോൺ കോർ ഓഫ് ദ പ്രോഗ്രാം, ഇങ്ങനെയാണ് സാധാരണ എക്സിക്യൂട്ടിംഗ് ടൈമായിട്ട് വിലയിരുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫക്ട്സ് കോർ പ്രോഗ്രാമിലാണോ നോൺ കോർ ഭാഗത്താണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നമ്മൾ നോൺ കോർ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും കുറേയധികം ഡിഫക്ട്സ്, എറേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് അതിനെ എടുത്തു കളഞ്ഞാലും കൂടുതൽ പ്രവർത്തിക്കുന്നത് 10% കോർ ഭാഗത്തായതുകൊണ്ട് അവിടെയുള്ള എറേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള റിലയബിലിറ്റി മെഷർമെൻറ്റും ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 10% ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എറേഴ്സ് വരുന്നു, 90% അടുത്ത അവിടെ വേറൊരു ഇതിലുള്ള വിലയിരുത്തലാണ് വരുന്നത്. കാരണം നോൺ കോറിൽ ഇപ്പോൾ കുറേയധികം ഡിഫക്ട്സ് ഉണ്ടായാലും ചിലപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരതിൻ്റെ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി വളരെ ഉയർന്നതായി കണക്കാക്കും. എന്നാൽ 90% കുറേയധികം എറേഴ്സ് ഉണ്ട്. അതൊരു രീതി. മറ്റൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ 10% എറേഴ്സ് ഉണ്ട്, എന്നാൽ 90% ഭാഗത്തും ഒരു എററും ഇല്ലാത്തൊരവസ്ഥ.
ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വിചാരിക്കും ഈ സോഫ്റ്റ്വെയർ അത്ര റിലയബിൾ അല്ല എന്നുള്ളൊരു തീരുമാനമായിരിക്കും നമുക്ക് വരുന്നത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് കൂടുതൽ എറേഴ്സ് കാണുന്നു. എന്നാൽ ചിലപ്പോൾ 10% കാണുന്ന എറേഴ്സ് മാത്രമേ ആ സോഫ്റ്റ്വെയറിൻ്റെ എറേഴ്സ് ആയിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു തീരുമാനം റിലയബിലിറ്റിയെക്കുറിച്ച് ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മെട്രിക്സ് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. കൂടാതെ ഇത് ഉപയോഗിക്കുന്ന യൂസേഴ്സ് ഉണ്ട്. അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ഈ റിലയബിലിറ്റി ചിലപ്പോൾ പറയാറുണ്ട്. എന്നാൽ അതും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഉത്തരമായിരിക്കും നമുക്ക് സോഫ്റ്റ്വെയർ റിലയബിലിറ്റിയെ കുറിച്ച് ചിലപ്പോൾ കിട്ടുന്നത്. കാരണം ഇപ്പോൾ ഒരു ലൈബ്രറി ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ ലൈബ്രറിയിൽ ഒരു യൂസറായിരിക്കും ബുക്ക് കൊടുക്കുന്നതും അതുപോലെ ബുക്ക് സെർച്ച് ചെയ്യുന്നതല്ല. ഒരു യൂസർ വന്ന് ബുക്ക് എടുക്കാൻ നേരത്ത് ഒരു ബുക്ക് കണ്ടുപിടിക്കുന്നു, അത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അത് മിക്കവാറും ഒരു ആളായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ മൊഡ്യൂളിൽ ആ ഫങ്ഷൻ കറക്റ്റായിട്ടാണ് ചെയ്തതെങ്കിൽ ആ ഭാഗത്ത് എറേഴ്സ് ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ സാധാരണ ആ യൂസർ പറയും ഇത് നല്ല റിലയബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, കാരണം ഡിഫക്ട്സ് ഒന്നും ആ ഭാഗത്ത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത്. എന്നാൽ മറ്റൊരു യൂസർ ചിലപ്പോൾ വേറൊരു കുറച്ച് കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പുതിയൊരു അംഗം ലൈബ്രറിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കുക, അതുപോലെ ബുക്ക് റെക്കോർഡ് ഉണ്ടാക്കുക പുതിയ ബുക്സ് വരുമ്പോൾ. അതുപോലെ ഒരു മെമ്പർ ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് എല്ലാം കളയുക. ചിലപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ബഗ്സ് അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടാമത്തെ യൂസർക്ക് കൂടുതൽ എറേഴ്സ് ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. കാരണം ആദ്യത്തെ യൂസറിന് ആ ഭാഗത്ത് എറേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയും ഇത് വളരെ നല്ല റിലയബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് പറയും. അതേസമയം രണ്ടാമത്തെ യൂസർ പറയും ഇതിലും മുഴുവൻ എറേഴ്സ് ആണെന്നുള്ളൊരു അഭിപ്രായമായിരിക്കും രണ്ടാമത്തെ യൂസറിനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ്വെയറിന് മൊത്തമായി നമുക്ക് റിലയബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസേഴ്സിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് എടുക്കുമ്പോഴും ഭാഗം ഭാഗം എടുക്കുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും കിട്ടുന്നത്. കൂടാതെ ഒരു എറർ ബഗ് കണ്ടുപിടിച്ച് നമ്മളതിനെ കറക്റ്റ് ചെയ്താലും റിലയബിലിറ്റി കൂടണമെന്നില്ല. അതതിൻ്റെ ആ കറക്ഷൻ വരുത്തിയ ഭാഗം എങ്ങനെ വരുത്തി എന്നുള്ളത് കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അത് ഉള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ കാണുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതേപോലെ സോഫ്റ്റ്വെയർ എറേഴ്സ് വരുത്തി കഴിഞ്ഞാലും നമുക്ക് റിലയബിലിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഹാർഡ്വെയർ റിലയബിലിറ്റിയും സോഫ്റ്റ്വെയർ റിലയബിലിറ്റിയും തമ്മിൽ കുറേയധികം വ്യത്യാസങ്ങളുണ്ട്. ഒരു ഹാർഡ്വെയർ റിലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, ഒരു ഹാർഡ്വെയർ നമ്മൾ ഉണ്ടാക്കുന്നു, അതിനുശേഷം അതിൽ വേണ്ട കറക്ഷൻസ്, അതായത് അതിൻ്റെ ഫെയിലിയർ ഉണ്ടാകും. അപ്പോൾ ആ റേറ്റ്സ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ അവിടെ കിട്ടുന്നു. അപ്പോൾ ഫെയിലിയർ റേറ്റ് കുറച്ച ശേഷമാണ് ചിത്രത്തിൽ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു പുതിയ ഹാർഡ്വെയർ നമ്മൾ ഉപയോഗിക്കുന്ന കാലഘട്ടം. ഏത് ഹാർഡ്വെയർ ആയാലും നമ്മളൊരു കാലഘട്ടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് എപ്പോഴും എറേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ എറർ റേറ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമ്മളെടുത്ത് സാധാരണ ചെയ്യുന്നത് അതെടുത്ത് കളഞ്ഞു. ആ ഹാർഡ്വെയർ ആ കാലഘട്ടം കഴിയുമ്പോൾ അത്
യൂസ്ഫുൾ അല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് കളയുന്നു. ഇതാണ് സാധാരണ ഒരു ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട റിലയബിലിറ്റി. എന്നാൽ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി തീർച്ചും വ്യത്യസ്തമാണ്. ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ തന്നെ അതിലുള്ള എല്ലാ എറേഴ്സിനെയും കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള നമുക്കൊരു സോഫ്റ്റ്വെയർ കിട്ടുന്നു. ആ സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ലൈഫ് ഉപയോഗിക്കുന്നു. ആ ലൈഫിൽ ആദ്യം കുറച്ച് എറേഴ്സ് പിന്നീടും ഉണ്ടാകും. അതും കൂടി കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാലഘട്ടം ആരംഭിക്കുന്നത്. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് കാലഘട്ടത്തിന് ശേഷം, ആ സമയത്തിന് ശേഷം നമുക്ക് പിന്നീട് ഒരിക്കലും എറേഴ്സ് കൂടുന്നില്ല എന്നുള്ളതാണ് പ്രധാന വ്യത്യാസം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാലയളവ് ഇതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത് കഴിഞ്ഞാലും സോഫ്റ്റ്വെയറിൽ ഒരിക്കലും എറേഴ്സ് പുതിയതായിട്ട് വരുന്നില്ല. ഒരിക്കലും അത് എടുത്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം മാത്രം വന്നാലേ സോഫ്റ്റ്വെയർ മാറ്റേണ്ട കാര്യമുള്ളൂ. ഒരിക്കലും അതിൻ്റെ റിലയബിലിറ്റി ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റിലയബിലിറ്റിയാണ് കാണിക്കുന്നത്. സാധാരണ റിലയബിലിറ്റി മെട്രിക്സസ് ആണ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെട്രിക്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം മെട്രിക്സസ് ഇതുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി മെട്രിക്സിനെ ROCOF എന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് ഫെയിലിയർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഒരു നിശ്ചിത കാലയളവ്, ഒരു നിശ്ചിത സമയം എത്ര ഫെയിലിയർ ഉണ്ടായി എന്നുള്ളതാണ് ROCOF എന്ന് നിർവചിക്കുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇതാണ് ROCOF. ഇതുകൊണ്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എത്ര സമയം കൊണ്ട് എത്ര എറേഴ്സ് ഉണ്ടാകും എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ അളക്കാൻ കഴിയുന്നു. അടുത്ത റിലയബിലിറ്റി മെട്രിക്സ് ആണ് MTTF അഥവാ മീൻ ടൈം ടു ഫെയിലിയർ. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിലെ ഫെയിലിയേഴ്സിന് ഇടയ്ക്കുള്ള സമയം കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫെയിലിയേഴ്സ് എത്രയാണ് എന്ന് നോക്കുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ഒരു മെട്രിക്സ് ഉണ്ടാക്കുന്നു. ഇതാണ് MTTFൽ ചെയ്യുന്നത്. ഇവിടെ T1, T2, T3 എന്ന് പറയുന്നത് ടൈം ഇൻസ്റ്റൻസ് ആണ്. അതായത് ഇപ്പോൾ T1 ഒരു ഡേറ്റ് ആയിരിക്കാം, T2 എന്ന് പറയുന്നത് ചിലപ്പോൾ അടുത്ത ദിവസം ഇതേ സമയമായിരിക്കാം, T3 എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ദിവസം ഇതേ സമയമായിരിക്കാം. അപ്പോൾ T1, T2, T3 എന്ന് പറയുന്നത് അവിടെ ഓരോ ദിവസവുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം 2 ഫെയിലിയർ ഉണ്ടായി, രണ്ടാമത്തെ ദിവസം അത് 5 ആയി. അപ്പോൾ ആ 2-3 ടൈം പീരീഡ്, 3 ദിവസങ്ങളിലെയും ടൈം പീരീഡ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് ടൈമായി 2 + 5 = 7. അതിന് 2 ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7/2 = 3.5 എന്ന് കിട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് MTTF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ മൊത്തം എത്ര ടൈം ഇൻസ്റ്റൻ്റ് ഉണ്ടായി അതിൽ നിന്നും 1 കിഴിച്ചാൽ നമുക്ക് താഴത്തെ n-1, അതാണ് 2 ആയിട്ട് കാണിച്ചിട്ടുള്ളത്. മൊത്തം ഉണ്ടായ ഫെയിലിയേഴ്സിനെ കൂട്ടിക്കൊണ്ടാണ് മേലെ 7 എന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു പ്രത്യേക സമയം, എത്ര കാലയളവിൽ എത്ര എറേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് MTTF എന്നുള്ള മെട്രിക്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ മെട്രിക്സ് MTTR ആണ്, മീൻ ടൈം ടു റിപ്പയർ. ഒരു ഫെയിലിയർ ഉണ്ടായാൽ എത്ര സമയം കൊണ്ടാണ്
ആ എററിനെ ഫിക്സ് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് MTTR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എറർ ഉണ്ടായാൽ മാത്രം പോരാ, അത് ഫിക്സ് ചെയ്യേണ്ടത് കൂടിയുണ്ട്. അപ്പോൾ എററിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എല്ലാം കിട്ടിയാൽ നമുക്കൊരിക്കലും അത് എത്ര സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എപ്പോൾ ശരിയായി കിട്ടും എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ആ ഐഡിയ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫിക്സ് എന്നുള്ള ടൈമോടെ കൂട്ടിക്കൊണ്ട് മീൻ ടൈം ടു റിപ്പയർ എന്നുള്ള മെട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഫെയിലിയർ ഉണ്ടായാൽ തന്നെ എത്ര സമയം നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നു. അടുത്ത മെട്രിക്സ് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ്, MTBF. രണ്ടാമതായി പഠിച്ച MTTFും മൂന്നാമതായി പഠിച്ച MTTRും കൂടിച്ചേരുമ്പോഴാണ് MTBF എന്നുള്ള അടുത്ത മെട്രിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ MTTF പ്ലസ് MTTR എന്നുള്ളതാണ് MTBF എന്നുള്ള പുതിയ മെട്രിക്സിനെ നിർവചിക്കുന്നത്. ഇതിനെ ഉദാഹരണം MTBF 300 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫെയിലിയർ 300 മണിക്കൂറിന് ശേഷം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ അത് ഫിക്സ് ചെയ്യുന്ന ടൈം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അതിൻ്റെ റിലയബിലിറ്റിയെ കുറിച്ച് കൂടുതൽ ഒരു ഐഡിയ ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തത് POFOD, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഓൺ ഡിമാൻഡ്. ഇത് സർവീസ് റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സർവീസ് റിക്വസ്റ്റ് വന്നാൽ അത് എത്ര ശതമാനം നമുക്ക് അത് വിജയകരമായിരിക്കും അല്ലെങ്കിൽ പരാജയമായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് POFOD നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് സർവീസ് റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ POFOD 0.001 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1000 സർവീസ് റിക്വസ്റ്റിൽ ഒരെണ്ണം ഫെയിലിയർ ആകുന്നു എന്നാണ്. ആറാമത്തെ മെട്രിക്സ് അവൈലബിലിറ്റി ആണ്. ഈ റിലയബിലിറ്റി മെട്രിക്സിൽ എത്ര സമയം ഒരു സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്, അതായത് ഒരു സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയർ ഉണ്ടാകാം, അതിൻ്റെ കറക്ഷൻ ഉണ്ടാകാം, അങ്ങനെ കുറേ സമയം അങ്ങനെ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ മൊത്ത സമയത്തിൽ നിന്നും ഇങ്ങനെയുള്ള സമയം കുറച്ചെടുക്കുന്ന സമയമാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. എത്ര സമയം സിസ്റ്റം നമുക്ക് ഒരു പ്രത്യേക കാലയളവിൽ കിട്ടുന്നു എന്നുള്ളതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ലൈക്ലി വിൽ ദ സിസ്റ്റം ബി അവൈലബിൾ ഫോർ യൂസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊത്തം സോഫ്റ്റ്വെയറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാനും കൂടി അവൈലബിലിറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡിയ കിട്ടുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ മെട്രിക്സസ് എല്ലാം, റിലയബിലിറ്റി മെട്രിക്സസ്, നമുക്ക് എത്ര എറേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാവുന്ന ടൈമും, അല്ലെങ്കിൽ എത്ര നേരം സിസ്റ്റം അവൈലബിൾ ആയിരിക്കും എന്നുള്ള കുറേ ഐഡിയാസ് തരുന്നുണ്ട്. എന്നാൽ ഒരു എറർ എത്രത്തോളം ക്രിട്ടിക്കലാണ്, അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് എത്രയാണ്, അതിൻ്റെ ആഴം എത്രയാണ് എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അത് കൃത്യമായി പറയാനായിട്ട് നമുക്ക് ഫെയിലിയർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഈ 5 ടൈപ്പ് ആയിട്ട് എറേഴ്സിനെ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു എറർ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും.
ആദ്യത്തെ ടൈപ്പ് ട്രാൻസിയൻറ്റ് ഫെയിലിയർ ആണ്. ട്രാൻസിയൻറ്റ് ഫെയിലിയർ ഉണ്ടാകുന്നത് ചില പ്രത്യേക സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻപുട്ട് വാല്യൂസ് സിസ്റ്റത്തിൽ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ ആ ഇൻപുട്ട് വാല്യൂസ് വരുമ്പോൾ അപ്പോൾ മാത്രം ഒരു ഫെയിലിയർ അവിടെ ഉണ്ടാകുന്നു. ഇതിനെയാണ് ട്രാൻസിയൻറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിയൻറ്റ് ഫെയിലിയർ അത്രത്തോളം അപകടകാരിയല്ല. രണ്ടാമത്തെ ടൈപ്പ് പെർമനൻ്റ് ആണ്. അവിടെ എല്ലാ ഇൻപുട്ട് വാല്യൂസ് വരുമ്പോഴും ഇവിടെ ആ ഒരു ഫംഗ്ഷൻ അവിടെ ഫെയിലിയറായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് പെർമനൻ്റ് എന്നുള്ള പേര് കൂടി അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ഇൻപുട്ട് വാല്യൂ വന്നാലും അവിടെ ഒരു എറർ ഉണ്ടാകും, സിസ്റ്റം സ്റ്റോപ്പ് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് പെർമനൻ്റ് എന്നുള്ള എററായിട്ട് അല്ലെങ്കിൽ ഫെയിലിയറായിട്ട് പറയുന്നത്. മൂന്നാമത്തേത് റിക്കവറബിൾ ആണ്. റിക്കവറബിൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് തിരിച്ചു വരുന്നുണ്ട്. അതിനുള്ള കഴിവ് സിസ്റ്റത്തിനുണ്ട്. എന്നാലും അത് താൽക്കാലികമായിട്ടുള്ളൊരു ഫെയിലിയർ ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് സമയം അതിനു വേണ്ടി പോകുന്നുണ്ട്. കാരണം ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ സോഫ്റ്റ്വെയർ തിരിച്ചു വരുന്നു. ഈ ഒരു അവസ്ഥയാണ് റിക്കവറബിൾ ഫെയിലിയർ എന്ന് പറയുന്നത്. അൺറിക്കവറബിൾ ആണ് നാലാമത്തെ ടൈപ്പ്. ഇവിടെ സിസ്റ്റം ഫെയിലിയറായി, എന്നാൽ അതിന് തിരിച്ചു വരാൻ നേരിട്ട് കഴിയുന്നില്ല. പക്ഷേ നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താൽ എറേഴ്സ് പിന്നെ അവിടെ കാണിക്കുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി തന്നെ ആ എററിനെ എടുത്ത് കളയുന്നുണ്ട്. എന്നാൽ ഇവിടെ റീസ്റ്റാർട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അൺറിക്കവറബിൾ എന്നുള്ള ഫെയിലിയർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ടൈപ്പ് കോസ്മെറ്റിക് ആണ്. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ്. നമ്മളെ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ദേഷ്യമുള്ള വെറുപ്പ് തോന്നിയേക്കാം ഈ ഉള്ളത് കൊണ്ട്. എന്നാൽ അത് സീരിയസ് അല്ല, ചെറിയൊരു എററായിട്ട് മാത്രം അതിനെ നമുക്ക് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളൊരു മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ 2 തവണ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അത് ആ സമയത്തുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ സിസ്റ്റത്തിന് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ട് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ കോസ്മെറ്റിക് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 5 റിലയബിലിറ്റി മെട്രിക്സ് ആണ് ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. റിലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രോത്ത് മോഡലിംഗ് ഉണ്ട്. ഒരു റിലയബിലിറ്റി ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, കറക്ഷൻസും വരുന്നു, റിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന റിലയബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് ഒരു റിലയബിലിറ്റി ഗ്രോത്ത് മോഡലായിട്ട് പറയുന്നത്. അപ്പോൾ റിലയബിലിറ്റി ഗ്രോത്ത് മോഡൽ നമുക്ക് പ്രവചിക്കാൻ കഴിയും. അപ്പോൾ ഒരു പ്രത്യേക ലെവല് റിലയബിലിറ്റി എപ്പോൾ കിട്ടും എന്നുള്ളൊരു ഐഡിയ കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും. കുറേയധികം റിലയബിലിറ്റി ഗ്രോത്ത് മോഡൽസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 മോഡൽസാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് ജെലിൻസ്കി ആൻഡ് മൊറാണ്ട മോഡൽ. ഈ ഗ്രോത്തിൽ ഒരു എറർ കണ്ടുപിടിക്കുന്നു, അതിനെ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി കുറച്ച് കൂടുന്നു. വീണ്ടും അടുത്ത എറർ കണ്ടുപിടിക്കുന്നു, അതിനെ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സമയവും കഴിയുന്തോറും സോഫ്റ്റ്വെയർ റിലയബിലിറ്റി തുല്യമായി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ എറേഴ്സും ഇവിടെ ഈക്വൽ ആണ്. ഓരോ എറേഴ്സ് റിലയബിലിറ്റി ഗ്രോത്തിന് കൂട്ടുന്നുണ്ട് ഇവിടെ.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഉണ്ടാക്കുന്നൊരു മാത്തമാറ്റിക്കൽ മോഡലാണ് ജെലിൻസ്കി ആൻഡ് മൊറാണ്ട മോഡൽ. അപ്പോൾ ഇവിടെ ഏറ്റക്കുറച്ചിലുകളില്ല എറേഴ്സിന്. ചെറുതായാലും വലുതായാലും ഇവിടെ ഒരേ രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ലിറ്റിൽ വുഡ് ആൻഡ് വിറൽസ് മോഡലാണ്. ഇത് നെഗറ്റീവ് റിലയബിലിറ്റി ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതായത് ഒരു എറർ ഉണ്ടായാൽ അവിടെ ഒരു റിപ്പയർ വേണ്ടി വരുന്നു. അപ്പോൾ റിപ്പയർ വേണ്ടി വരുമ്പോൾ അത് വീണ്ടും അവിടെ എറർ ഉണ്ടാക്കുന്നു എന്ന ഒരു അസംഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എറേഴ്സ് ഉണ്ടാകും തോറും റിപ്പയർ വേണ്ടി വരുമ്പോൾ കൂടുതലുള്ള എറേഴ്സ് അവിടെ കൂട്ടുന്നു. അപ്പോൾ റിലയബിലിറ്റി അങ്ങനെയാണ് അവിടെ കൂടുന്നത്.